നല്ല നാടൻ കടല വരട്ടിയതിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. രുചി കൂട്ടാൻ വേണ്ടി 2 സീക്രട്ട് ഇൻഗ്രീഡിയൻസും പറഞ്ഞു തരാം. ഇത് ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ട് പോകും കേട്ടോ. അപ്പം മറക്കാതെ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിക്കോളൂ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 250 ഗ്രാം കടലയാണ്. വേവിച്ചെടുത്തതിന് ശേഷമുള്ള അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ. അത് മാത്രമല്ല, ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. ഇത് ഒരു 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള അളവുണ്ടാവും. കടല വേവിച്ചെടുത്ത വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ, അത് നമുക്ക് പിന്നീട് ആവശ്യം വരും. ഇത് ഏകദേശം 1 കപ്പോളം ഉണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ, പക്ഷേ കോക്കനട്ട് ഓയിലാവുമ്പോൾ ഒരു ടേസ്റ്റ് കൂടും. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്തോ കൊപ്രാക്കൊത്തോ ഇതിലേത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. 2 ചേർത്ത് കൊടുത്താലും ടേസ്റ്റിൽ വ്യത്യാസം വരില്ല. പക്ഷെ കുക്ക് ചെയ്യുമ്പോൾ കൊപ്രാക്കൊത്ത് വളരെ വേഗം ബ്രൗൺ കളറായി വരും. അതേ ഒരു വ്യത്യാസമുള്ളൂ കേട്ടോ. ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് കൊപ്രാക്കൊത്ത് അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് ഒരു ചെറിയ ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 15 ഗ്രാം ഇഞ്ചിയും, ഞാനത് നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളി ഒരു 10 ഗ്രാം. ഇഞ്ചിയുടെ ടേസ്റ്റാണ് എപ്പോഴും കടല വരട്ടിയതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇഞ്ചി കുറച്ചധികം ഞാൻ ചേർത്തത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റി അതൊന്ന് നല്ല കുക്കായി വരുമ്പോൾ, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 തണ്ട് കറിവേപ്പിലയും ഒരു 3-4 വറ്റൽമുളകുമാണ്. വറ്റൽമുളക് പൊട്ടിച്ചിടാം. ഞാനിപ്പോൾ അത് ഫിലിമിംഗ് പർപ്പസിന് വേണ്ടി ആയതുകൊണ്ട് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. മുളകും കറിവേപ്പിലയും ചേർത്ത് ഒരു 5-6 സെക്കൻഡ് ആകുമ്പോഴേക്കും തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം ടു ലാർജ് സൈസിലുള്ള ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് മൊരിഞ്ഞു വരുന്നത് വരെ നമുക്കിത് വഴറ്റണം. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് പെരിഞ്ജീരകം ഒന്ന് നന്നായിട്ട് ഇടിച്ചിട്ട് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ. പെരിഞ്ജീരകം ചേർക്കുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും ഇടുന്നതിന് മുന്നേ ഒന്ന് നന്നായിട്ട് ഇടിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇടിച്ചതിന് ശേഷം ചേർക്കുക. രണ്ടാമത്തെ കാര്യം, ഡയറക്റ്റ്ലി അത് എണ്ണയിലേക്ക് ചേർക്കാതിരിക്കുക. എണ്ണയിലേക്ക്, ചൂടായ എണ്ണയിലേക്ക് അത് നേരിട്ട് ചേർക്കുമ്പോൾ അതൊന്ന് പെട്ടെന്ന് മുരിഞ്ഞു പോകും. പിന്നെ അതിൻ്റെ രുചിയും മണവും അത്ര കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. പെരുംജീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് മറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ബ്ലെൻഡ് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഉള്ളിയിലേക്ക് വേണ്ടി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം നമ്മൾ വേവിച്ച് വെച്ച കടലയിലും ഉപ്പുണ്ടാവും, അതിൻ്റെ വെള്ളത്തിലും ഉപ്പുണ്ടാവും. അപ്പോൾ ഇവിടെ ചേർക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ട് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതായിപ്പം നമ്മുടെ ഉള്ളി ഒരു ചെറുതായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് കിട്ടിയാൽ മതി. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അടുത്തതായി നമ്മൾ ചേർക്കാൻ പോകുന്നത് മസാലപ്പൊടികളാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ സ്പൈസ് ലെവലിന് അനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ. പിന്നെ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത്. തീ ഒന്ന് ലോയിലേക്ക് വെച്ചിട്ട് മസാലപ്പൊടികൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക, മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ. മസാല കരിഞ്ഞു പോകുന്നതിനുള്ള പേടി ഉണ്ടെങ്കിൽ ഫ്ലെയിം സ്വിച്ച് ഓഫും ചെയ്യാം കേട്ടോ. മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച കടല ചേർക്കണം. കടലയുടെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ 2 സീക്രട്ട് ഇൻഗ്രീഡിയൻസും ചേർക്കുകയാണ്. ആദ്യത്തേത് പുളിവെള്ളമാണ്. പുളിവെള്ളം ഒരു 2 മുതൽ 3 ടീസ്പൂൺ വരെ ചേർക്കാം. അതിൻ്റെ തിക്നെസ് ഒന്ന് ശ്രദ്ധിക്കണേ. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ശർക്കരപ്പൊടിയാണ്. ചീകി എടുത്തതോ ആവാം കേട്ടോ. ഇത് 2ഉം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കടല വരട്ടിയതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവലാണ്. നിങ്ങൾ 2 രീതിയിലും വെച്ച് നോക്കൂ. ഇത് 2ഉം ചേർക്കാതെയും ചേർത്തിട്ടും വെച്ച് നോക്കണം, അപ്പം മനസ്സിലാവും. ഇനി നമ്മൾ മാറ്റി വെച്ച കടല വേവിച്ച വെള്ളം ഇല്ലേ, അതിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. ഏകദേശം 3/4 ഭാഗത്തോളം ചേർത്തു ഞാൻ. ആവശ്യമുള്ള അത്ര ചേർത്താൽ മതി. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വറ്റിച്ചെടുക്കാൻ കുറേ സമയം എടുക്കും.
എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. കടലയിലേക്കും മറ്റ് ഇൻഗ്രീഡിയൻസിലേക്കൊക്കെ എല്ലാ മസാലകളും ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഇതായിപ്പോൾ ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പം വെള്ളമൊക്കെ മുഴുവനായിട്ട് വറ്റിയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി തുറന്നിരുന്നു കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടല വരട്ടിയത് വിത്ത് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയാണ്. ഇതേപോലെ ഒന്ന് വീട്ടിൽ വെച്ച് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.